ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അല്ല അങ്ങനെ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് വെറുതെ നിൽക്കുമ്പം ടൈം പാസിന് കുടിസിയും കാണാൻ പോവുക. പൊന്നു മോനെ മമ്മു, നീ പറയുന്നത് നിനക്ക് വല്ല ധാരണയുണ്ടോ? നീ എന്തായി പറഞ്ഞു വെക്കുന്നതെന്ന്? അത് നീ തള്ളുന്നതാണോ? ആ ഇരിക്കുന്നവനോ വകതിരിവില്ല, ചോദിക്കാനിരിക്കാൻ നിങ്ങൾക്കെങ്കിലും ഒരു വകതിരിവുണ്ടെന്ന് വിചാരിക്കുന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും. തൊപ്പി അറിയാലോ, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ഒരു യൂട്യൂബറാണ്, ഗെയിമറാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് സെറ്റപ്പാണ്. അപ്പോൾ ഈ ഗ്യാങ്സ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇന്ററാക്ഷനും കളിയാക്കലും ആ ഒരു ഫ്രണ്ട്സ് വൈബ് ഉണ്ടല്ലോ, അതൊക്കെയാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ട്രെസ് റിലീഫാണ്. ഒരു അലമ്പ് സെറ്റപ്പിനകത്ത് നമ്മൾ ചെന്ന് വിട്ടാൽ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ നമുക്കത് കണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ഈ തൊപ്പിയുടെ ഗ്യാങ്ങിൽ പെട്ട ഒരു വ്യക്തിയാണ് മമ്മു എന്ന് പറയുന്ന ഒരു പയ്യൻ. ആ കൂട്ടത്തിൽ ഏറ്റവും അലമ്പ് അവനാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഇവൻ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാണ്. ഇവൻ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അല്പം ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഒരു വകതിരിവില്ലാത്ത ഒരു പയ്യൻ. അവൻ എത്ര വയസ്സുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും 10-18 വയസ്സ് മുകളിൽ എന്തായാലും ഉണ്ടാവും, 20 വയസ്സ് പുറത്ത് എന്തായാലും ഉണ്ടാവും. കാര്യം ആമാതിരി കയ്യിലിരിപ്പാണ് ഇവന്റെ കയ്യിലിരിക്കുന്ന പരിപാടികൾ. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഈ മമ്മു എന്ന് പറയുന്ന ഈ പയ്യന്റെ ഒരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2-3 എപ്പിസോഡായിട്ട് ഇവരത് എയർ ചെയ്തിട്ടുണ്ട്. വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവരുടെയും ആര് വൈറലായാലും അവരുടെ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു മീഡിയ ആണ് വെറൈറ്റി മീഡിയ. അതാണ് അവരുടെ കോണ്ടന്റ്. കുറെ ആൾക്കാർ വേണമെങ്കിൽ വന്ന് പറയാം, ഇവന്മാര് ഏത് അണ്ടനെ അടകോടനെയും പിടിച്ച് ഇന്റർവ്യൂ എടുക്കുമെന്ന്. ഈ അണ്ടനെ അടകോടനെയും പിടിച്ച് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അത് കാണാൻ ആളുണ്ടെങ്കിൽ അവരെടുക്കും. ബിക്കോസ് അതാണ് അവരുടെ കോണ്ടന്റ്. താല്പര്യമുള്ളവർ കണ്ടാൽ മതി. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ കാണാൻ ആളുകളുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ആണ്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ചു വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വ്യൂവേഴ്സ് കാണാൻ കൂടും, എൻഗേജ്മെന്റ് ഉണ്ടാവും, അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. എല്ലാ യൂട്യൂബ്സും റൺ ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ട് രേണുസുതിയുടെ കോണ്ടന്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. എന്തിനാ? രേണുസുതി നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ സുധിയുടെ മകന് നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് രേണുസുതിയുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് രേണുസുതിക്ക് കിട്ടുന്ന പോലെ ഒരു റീച്ച് ആൻഡ് വ്യൂവർഷിപ്പ് നിലവിൽ ഒരാൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സീരിയസ്ലി സത്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത്. ചില ചാനലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, തുരുതുരാന്ന് രേണുസുതിയുടെ കണ്ടന്റ് മാത്രം ചെയ്യുന്ന ചാനലുകളുണ്ട്, ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പ് ഉണ്ട്. കാര്യം രേണുസുതി ഒരു വീഡിയോ ഇടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പാണ് രേണുസുതിയെ റിയാക്ട് ചെയ്ത് വേറൊരാൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ. നമ്മളും ചെയ്യാറുണ്ട്. കാര്യം എന്താണ്? വ്യൂവർഷിപ്പാണ് എല്ലാവർക്കും മുഖ്യം. അത് തന്നെ കാര്യം, വേറെ കാര്യമൊന്നുമില്ല. സോ ആ ഒരു രീതിയിൽ വൈറലായിട്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന മീഡിയയാണ് വെറൈറ്റി മീഡിയ. അവരെ തെറ്റിയാൻ പറയുന്നില്ല, അതാണ് അവരുടെ കോണ്ടന്റ്. അവരെല്ലാവരും ഇന്റർവ്യൂ ചെയ്യും. അപ്പൊ ഈ മമ്മുവിന്റെ ഇന്റർവ്യൂലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ ഈ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ആ ചെറുക്കിന് വളരെ ഫണ്ണായിട്ട് വന്നിരുന്ന് പറയുന്നത്. ഇവന്റെ 10-16 വയസ്സുള്ളപ്പോൾ തന്നെ ഇവൻ നാട്ടുകാരെ മൊത്തം അങ്ങ് വെറുപ്പിക്കും. ആ വെറുപ്പിക്കാനുള്ള റീസൺസ് ഇതൊക്കെയാണ്. കുളിമുറികൾ മാറിപ്പോയി കുളിസിയും കാണുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവൻ വന്നിട്ട് പറയുന്നത്. പെൺകുട്ടികൾ ഇവന് തീരെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ നാട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പാല് മേടിക്കാൻ പോകുന്ന സമയത്ത് വരമ്പിന്റെ അടുത്ത് തുടങ്ങാണ്ടാണ് പോകുന്നത്. അവിടെ ഒരു ഇടവഴി വെച്ചിട്ട് ഇവൻ വെറുതെ ഒരു പൊട്ടിരം കൊടുത്തു ആ പെൺകൊച്ചിന്. ഇവൻ വന്നിട്ട് പറയുകയാണ്, അത് ഫണ്ണ് പോലാണ് പറയുന്നത്. ഒരു പെൺകൊച്ചിനെ കണ്ട വെറുതെ ഒരു പൊട്ടിരം കൊടുത്തു. ആ ഇടവഴി നാട് എടുക്ക് ഞാൻ ഓളെ കണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടുത്തു മൊത്തം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ അടിയും കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള വേലത്തരങ്ങളാണ് ഇവന്റെ കയ്യിരിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു വെച്ചേക്കാണ്. ഇവനിപ്പോ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത് 16-ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. അതും വളരെ ഫണ്ണായിട്ടാണ് പറയുന്നത്. ഇനി ഇവൻ ചെയ്ത വേറൊരു ഫണ്ണുണ്ട്. അത് കേട്ടപ്പോഴാണ് ഇവൻ എന്ത് തോന്നിവാസമാണ് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയത്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇവൻ എന്തുവായിരുന്നു ഈ പറയുന്നതെന്ന് വെച്ചിട്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആങ്കറും ഭയങ്കരമായിട്ട് തന്നെ എന്റർടൈൻ ചെയ്ത് അങ്ങ് വിടുകയാണ്. നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അല്ല നാട്ടുകാരുടെ ജനലെറിഞ്ഞു പൊളിക്കുക, ഒളിഞ്ഞു നോക്ക്, കുളിസി, ഇതൊക്കെയാണ് ഇവന്റെ കലാപരിപാടികൾ. കുറച്ചു നാൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആങ്കർ വരെ ചിരിച്ചങ്ങ് തള്ളുകയാണ്. ആങ്കറിന് ചിരി അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. ബാക്കിയൊന്ന് കണ്ടു. ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ആങ്കർ ചോദിക്കുകയാണ്, കാണാനുള്ള ക്യൂരിയോസിറ്റി. ആ ചോദിക്കുന്ന ചോദ്യത്തിനകത്തുണ്ട് പുള്ളിക്കാരത്തിയുടെ ക്യൂരിയോസിറ്റി. അന്നേരം അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നെ ഇതുവരും പിടിച്ചിട്ടില്ല, അതിന് മമ്മു ബെസ്റ്റ് ആണെന്ന്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് വരെ ഇവൻ ആരെയൊക്കെ ഒളിഞ്ഞു നോക്കിയെന്ന് ആ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് പോലും അറിയത്തില്ല. അതിനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ആങ്കർ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഭയങ്കര ഫണ്ണായിട്ടാണ് അവരതിനെ കാണുന്നത്. ആങ്കറെ സഹോദരി, നിങ്ങളുടെ പേരെനിക്കറിയില്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ തനിക്ക് അറിയാവുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ തന്റെ നാട്ടുകാരെ പറ്റിയാണ് ഇവൻ ഇങ്ങനെ ഈ പറയുന്നതെങ്കിൽ കുറച്ചും കൂടെ കടുപ്പിച്ച്
വിളിച്ച് പറയാൻ അറിയാം, പക്ഷെ അത് പറയുന്നില്ല. അവൻ പറയുന്നതെങ്കിൽ താൻ ഇങ്ങനെ ഇരുന്ന് ഇതിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുമോ, അല്ലെങ്കിൽ ഇതൊരു ഫണ്ണായിട്ട് എടുക്കുമോ താൻ? ഇവൻ ഈ പറഞ്ഞതിനകത്ത് എന്ത് ഫണ്ണാണുള്ളത്? ഭയങ്കരമായിട്ട് ചിരിച്ച് മറിഞ്ഞ് നിങ്ങൾ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിടുന്നു ഈ ഒരു കാര്യത്തെ. അത്ര ഫണ്ണായിട്ട് നമുക്കിത് കേട്ട് ആർക്കും തോന്നിയിട്ടില്ല. ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഇരിക്കുന്നവനോ വകതിരിവില്ല, ചോദിക്കാനിരിക്കാൻ നിങ്ങൾക്കെങ്കിലും ഒരു വകതിരിവുണ്ടെന്ന് വിചാരിക്കുന്നു. കുറെ ഇന്റർവ്യൂസ് നിങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ, വേണമെങ്കിൽ പറയാം അവന്റെ ഒരു ലെവലിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തതാണെന്ന്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് അവനിപ്പോ ഈ പറഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീയാണ്, അന്നേരം അവൻ വന്നിട്ട് പറയുകയാണ് മറ്റൊരു സ്ത്രീയുടെ കുളിമുറിയിൽ അവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം ഇവര് തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഭയങ്കര ക്യൂരിയോസിറ്റി നിന്നെ കൊണ്ടാവുമല്ലേ ആ ഒരു തരത്തിൽ. കഴിഞ്ഞില്ല, ഇതിന്റെ ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ ഒപ്പം വേറൊരുത്തനും കൂടി ഉണ്ടാവും. ഇത് കുളിസിയും കാണാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ്. അവൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവന്റെ കൂടെ അവൻ ആളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇത് തൊഴിലായിരുന്നു ഇവന്റെ, ഇത് തൊഴില്. ഇപ്പുറത്ത് വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര എന്തൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആങ്കറാണ്. നമ്മുടെ അതേ വൈബുള്ള ആള് കുളിസിയും കാണാൻ പോകുന്നതിനെ പറ്റിയാണ്, അതല്ലാതെ വേറെ ഒന്നിനെ പറ്റി പോകുന്നതിനെ പറ്റി അല്ല പറയാം. നമ്മുടെ വൈബുള്ള ആളെ കൂടെ നമ്മള് കുളിസിയും കാണാൻ പറ്റാ. പൊന്ന് ചേച്ചി, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. വെറുതെ നിൽക്കുമ്പം ടൈം പാസിന് കുളിസിയും കാണാൻ പോവുക. പൊന്നു മോനെ മമ്മു, നീ പറയുന്നത് നിനക്ക് വല്ല ധാരണയുണ്ടോ? നീ എന്താ ഈ പറഞ്ഞു വെക്കുന്നതെന്ന്? അത് നീ തള്ളുന്നതാണോ? ഒരു പബ്ലിക്കായിട്ട് ഒരു മീഡിയയുടെ മുന്നിലാണ് വന്നിട്ട് സംസാരിക്കാൻ നിനക്ക് വല്ല ധാരണയുണ്ടോ? വകതിരിവ് എന്താണെന്ന് പോലും അറിയത്തില്ല. നിന്റെ ഈ ഒരു കാര്യം കണ്ടാൽ മനസ്സിലായി. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ആങ്കറിന്റെ ആ ചോദ്യങ്ങൾ കേട്ടിട്ടാണ്. അവരൊരു സ്ത്രീയായിട്ട് അവരിതിനെ ഇരുന്ന് ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു സിനാരിയോയെ. അങ്ങനെ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് പോയി ഉള്ളു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവനെ നാട്ടിൽ പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഇവൻ അവിടെ ഒരു നാറിയെ പോലെ ആയിരുന്നു കാണുന്നതെന്ന് ഇവൻ തന്നെ വന്ന് പറയുന്നുണ്ട്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണെന്ന് പറയുന്നു. ഈ ഒരു ശീലമുള്ളവനെ സിനിമയുടെ സൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. നാളെ ഇനി വേറെ ഏതെങ്കിലും നടിമാരുടെ അവിടെ പോയി ഒളിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരുണ്ട്? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് ഇവൻ ഈ പറയുന്നത് തന്നെ. ഇവൻ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല, പ്രായപൂർത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. IPC സെക്ഷൻ 354C 509 ഈ പ്രകാരം പൊന്നുമോനെ അകത്ത് കിടക്കുന്നീ. ഫസ്റ്റ് ടൈം ക്രൈം ആണെങ്കിൽ 1 തൊട്ട് 3 കൊല്ലം വരെ തടവും. ഇത് ഫസ്റ്റ് ടൈം ക്രൈം അല്ല, നീ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ 7 കൊല്ലം വരെ തടവും കിട്ടുക. നോൺ ബെയിലബിൾ ആണ്. അകത്ത് കിടക്കാൻ ഇതൊക്കെ മതി. നിന്റെ ഏതോ ഭാഗ്യത്തിന് നീ പിടിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ ഒന്ന് ഫണ്ണായിട്ട് ഇത് പറയുന്നത്. അന്ന് പിടിക്കപ്പെട്ട് 2 പൊട്ടി കിട്ടിയായിരുന്നെങ്കിൽ നിനക്ക് നീ അത് ട്രാജഡി ആയിട്ട് വന്ന് പറഞ്ഞു. അതൊരിക്കലും നീ ഫണ്ണായിട്ട് പറയത്തില്ലായിരുന്നു. ബോറടിക്കുമ്പോൾ നീ ഫൺ മാറ്റാൻ വേണ്ടി കുളിസീൻ കാണാൻ പോകും. അത് നമ്മുടെ വീട്ടിലൊരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴേ അതിന്റെ സീരിയസ്നെസ് നിനക്കെല്ലാം മനസ്സിലാവത്തുള്ളൂ. ഇവൻ ഈ പറഞ്ഞതിന്റെ ഗുരുതരാവസ്ഥ സഹോദരി ആങ്കറെ നിങ്ങൾക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം. പൊട്ടായിട്ടിരിക്കുകയാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുകയാണോ അതോ നിങ്ങൾക്ക് വിവരമില്ല? പിന്നെ ഇവന്റെ സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ ഇവൻ ഇത് ആളാവാൻ വേണ്ടി സംസാരിച്ചതായിരിക്കാം, പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഉടായിപ്പത്രം തൊട്ടിയെ പോലെ നടന്ന് ഒരാളാവാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു സംസാരം ഉണ്ടല്ലോ. മേ ബി ചിലപ്പോൾ അങ്ങനെ തള്ളിയാവാനും സാധ്യതയുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള വിവരവും ബോധവും ഇല്ല, ആ ചോദിക്കുന്ന ആർക്കും ഇല്ല, ഇവനും ഇല്ല. ഇതും പോരാതെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സെക്കൻഡ് പാർട്ടിലായിട്ട് ഇവനൊരു പെൺകുച്ചിന്റെ അടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ കുട്ടീന്റെ പേര് ഞാൻ പറയുന്നില്ല, അതൊരു ഇൻഫ്ലുവൻസർ ആണ്. ഈ അടുത്തിടയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കൊച്ച് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, 15-16 വയസ്സ് മാത്രമാണ് ആ കൊച്ചിന് പ്രായമായിട്ടുള്ളത്. അതിന്റെ അടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ട്, അതിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഇവൻ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അതിനെയും ആങ്കർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമാക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാക്കേണ്ട കാര്യമല്ല. പക്ഷേ മമ്മു എന്ന് പറയുന്ന വ്യക്തി തൊപ്പിയുടെ ലൈവില് ഒരുപാട് അഡൾട്ട് കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കുളിസീനുള്ള കാര്യങ്ങൾ വരെ വന്നിട്ട് വൈകൃതമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പറയുന്ന ഒരുത്തൻ വന്നിട്ട് ആ പെങ്കൊച്ചിന്റെ പേരെടുത്ത് പറഞ്ഞ് ക്രഷ് തോന്നിയെന്ന് പറയുമ്പോൾ അതിനൊരു അപമാനം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതും വേറൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറും. കാരണം ആ കൊച്ചിന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. 18 വയസ്സ് പോലും തികയാത്തൊരു പെങ്കൊച്ചിന്റെ അടുത്താണ് ഇവന് ക്രഷ് തോന്നുന്നത്. എന്നാലോചിച്ചോ. അതാ ഞാൻ പറഞ്ഞത്, ഇവന് യാതൊരു ബോധവും ഇല്ല ഇവൻ എന്താണ് പറയുന്നത്, ഇവൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവനൊരു വെകളി പിടിച്ചു ഒരുത്തനാണ്. അമ്മാതിരി തൊട്ടിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന കുറെ ലൈവുകളുണ്ട്. അമ്മാതിരി തൊട്ടിത്തരങ്ങൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള പരിപാടികൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോ ആ കൊച്ചിന്റെ കാര്യവും ഇവൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ആങ്കർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ കുട്ടീന്റെ ഇന്റർവ്യൂ ഇതേ ചാനലിൽ വന്നിട്ടുള്ളതാണ്. ഒരു ആങ്കർ വാടാ നമുക്ക് നോക്കാം, നമുക്ക് ശരിയാക്കാം എന്നുള്ള തരത്തിൽ. എന്റെ പൊന്നു കൊച്ചെ 15-16 വയസ്സ് മാത്രമേ ഉള്ളൂ, അതിനെ വിളിപ്പിച്ചു കൊടുക്കുക, അതിനെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിക്കാന്നൊക്കെയാണ് ആങ്കർ ഇരുന്ന് പറയുന്നത്. ആ കൊച്ചിന്റെ പേര് ഇവൻ യൂസ് ചെയ്തതിന്റെ പേരിൽ ഇവന്റെ പേര് പറഞ്ഞ് കളിയാക്കുകയോ അതിന് അവമാനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോക്സോ കേസാണ്. ഉള്ള കാര്യം പറയാം. തൊപ്പി ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട്. തൊപ്പി ഒരുപാട്
മാറ്റങ്ങൾ തൊപ്പിക്ക് വന്നിട്ടുണ്ട്. തൊപ്പി ഇപ്പം അല്ല ഒരു വലിയേട്ടൻ കളിയാണ് അതിനകത്ത്. കുറെ തലതെറിച്ചവന്മാരെ അടക്കി ഒതുക്കി കൊണ്ടുപോകുന്ന സെറ്റപ്പിലാണ് തൊപ്പി ഇവൻ പോകുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റിലാണ് തൊപ്പി ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. MRC ഗ്യാങ് എന്ന് പറഞ്ഞിട്ടാണ്, തൊപ്പി എന്ന് പറയുന്ന ഒരു രീതിയിലല്ല. ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത് തന്നെ വേറൊരു ചാനൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, MRC ഗ്യാങ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഉദ്ഘാടനത്തിന് പോയതും ആ ഒരു ഗ്യാങ് ആയിട്ടാണ്. മൊത്തത്തിലൊരു വൈബ് ഉണ്ട് ഇവന്മാരുടെ പരിപാടിയിൽ. പക്ഷെ എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും. തൊപ്പിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ തൊപ്പിയുടെ കൂടെയുള്ള ഇവന്മാർ കാരണം തൊപ്പിയും കൂടെ ചിലപ്പം പണി മേടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് കേട്ടിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ബൈ.